ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനും രേവതിക്കുട്ടിയും കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. രേവതിക്കുട്ടി അലീനയുടെ ബെഡൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന ഒരു തലോണ എടുത്ത് രേവതിക്കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നീ വെച്ചോടി. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, വേണ്ട ചേച്ചി. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, വെച്ചോന്നേ. അങ്ങനെ രേവതിക്കുട്ടി ആ തലോണയും കൈ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അലീനയുടെ അടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അയ്യോടി നീ എന്താ കൊച്ചുകുട്ടി എങ്ങാനാണോ കഥ കേൾക്കാനായിട്ട്? ഞാൻ നിനക്ക് ഒരുപാട് കഥയും പാട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊക്കെ ഒരു കാലം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, എനിക്കിപ്പോൾ ഒരു കഥ കേൾക്കണം. ശരിക്കും അന്ന് എന്താ സംഭവിച്ചത് ചേച്ചി? ചേച്ചി എന്നോടൊന്നും വിട്ടു പറഞ്ഞില്ലല്ലോ. ഹരിയും രോഹിത്തും കൂടി ചേച്ചിയെ ആക്രമിക്കാൻ വന്നപ്പോൾ ചേച്ചി സ്വന്തമായിട്ട് കത്രിക എടുത്ത് കുത്തിയെന്നല്ലേ എന്നോട് പറഞ്ഞത്? എന്താ ശരിക്കും അവിടെ സംഭവിച്ചത്? ചേച്ചി ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അത് മോളെ ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അലീനയ്ക്ക് അതൊക്കെ ഓർക്കുമ്പോൾ എന്തോ വിഷമം പോലെയാണ്. എന്നാലും അലീന എല്ലാം രേവതിക്കുട്ടിയോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നത്തെ സംഭവങ്ങൾ. അത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടിക്ക് ആകെ സങ്കടവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ചേച്ചി ഞാനീ കേൾക്കുന്നത്? ചേച്ചി എങ്ങനെ ഇതൊക്കെ സഹിച്ചേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് തോന്നിയ മോളെ. എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്ന് തോന്നി. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അലീന പറയുന്നുണ്ട്, സാരമില്ല മോളെ, ഞാനിപ്പോൾ രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ഇതാണോ രക്ഷപ്പെടൽ? അവന്മാരെ പോലീസിനോട് പറയണ്ടേ ചേച്ചി? അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ പോലീസിനോട് പറഞ്ഞാൽ അവരുടെ രണ്ടാളുടെയും ഭാവി എങ്ങും എത്താതെ പോയില്ല മോളെ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ ചേച്ചി ആരോടും പറഞ്ഞില്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ മനുവേട്ടനോട് പറഞ്ഞായിരുന്നു. മനുവേട്ടൻ ഹരിയെ നന്നായി പെരുമാറിയിട്ടുണ്ട്, നല്ല തല്ല് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഇനി രോഹിത്തിൻ്റെ കാര്യം, അത് സാറിനോട് പറയണോ മേഡത്തോട് പറയണോ എന്ന് സംശയിച്ചിരിക്കുക ഞാൻ. എന്തായാലും ഞാൻ അവിടെ ചെല്ലട്ടെ, അവനായിട്ടൊന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇനി അവിടെ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിനൊന്നും ഒരു മാറ്റമില്ലെങ്കിൽ പിന്നെ ചേച്ചി അവിടെ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതും ഞാൻ ആലോചിക്കുന്നുണ്ട് മോളെ, വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന്. അങ്ങനെ രേവതിക്കുട്ടി അലീനേനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ചേച്ചി ഇതൊക്കെ സഹിക്കുന്നത്? അപ്പം അലീന പറയുന്നുണ്ട്, നമ്മുടെ മമ്മി ഉണ്ടായിരുന്നു മോളെ എൻ്റെ കൂടെ ആ സമയത്ത്, അതെനിക്ക് അറിയാൻ പറ്റും. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെയാണ് കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ്. അവിടേക്ക് നമ്മുടെ ബാലേന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ മുത്തശ്ശി ഉണരുന്നുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആ ബാല നീയായിരുന്നോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഉറങ്ങിയില്ലായിരുന്നോ? ആ ഞാൻ ഉറങ്ങുന്ന സമയം ആവുന്നല്ലേ ഉള്ളൂ. അമ്മ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ആ അതൊക്കെ ഞാൻ കഴിച്ചു ബാല. പല പല പ്രശ്നങ്ങൾ കാരണം അമ്മയുടെ കാര്യങ്ങളൊന്നും ശരിക്ക് നോക്കാൻ പറ്റുന്നില്ല. അതൊന്നും സാരമില്ല ബാല, എനിക്കിപ്പോൾ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. മരുന്ന് തന്നാൽ തന്നു. ഏതായാലും ഭക്ഷണം മുടക്കിയിട്ടില്ല വൈച്ച, അതന്നെ ഒരു ആശ്വാസം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഏതായാലും അമ്മ വിഷമിക്കണ്ട, 2-3 ദിവസത്തിനുള്ളിൽ അലീന ഡിസ്ചാർജായി വരും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അവൾ വന്ന ഉടനെ അതിനെക്കൊണ്ട് പണിയൊന്നും എടുപ്പിക്കരുതെന്ന് പറയണം കേട്ടോ ബാല, അതിന് കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടേ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അത് ശരിയാ, അമ്മ തന്നെ മോളോടൊന്ന് പറഞ്ഞു നോക്ക്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ വന്ന ഉടനെ ഈ വീട് തന്നെ തലയിൽ വെച്ച് കൊടുക്കാൻ നിൽക്കണം വൈജയന്തി. ഇപ്പം തന്നെ പറയണ കേട്ടു, ഹോസ്പിറ്റലിൽ പോയി കുറേ പൈസയൊക്കെ കളഞ്ഞു എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അവളങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. അതൊക്കെ പോട്ടെ, മനു അമ്മയ്ക്കൊരു ഫോൺ തന്നില്ലായിരുന്നോ? എവിടെ അത്? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ഓ അതൊരു ടച്ച് ഫോണാണ്, എനിക്കാണെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാനും അറിഞ്ഞൂടാ ബാല, ആകെ അറിയാവുന്നത് ഫോൺ വരുന്ന എടുക്കാൻ മാത്രമാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ പഠിച്ചോളൂ അമ്മേ, അമ്മ ആ ഫോണൊന്നും എടുത്തേ പറഞ്ഞിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി അപ്പോൾ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് ബാലേന്ദ്രന്. ബാലേന്ദ്രൻ അതിൽ കുറച്ച് ആപ്പുകളൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാനിതിൽ ആവശ്യമുള്ള കുറച്ച് ആപ്പുകളൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും അലീന വരുമല്ലോ, അവളെന്തായാലും പഠിപ്പിച്ച് തരും അമ്മയ്ക്ക്. എന്നാ അമ്മ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ റൂമിൽ നിന്ന്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. രേവതിക്കുട്ടി അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ബാഗിൽ പോകാനായിട്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നിൻ്റെ ബാഗ് നോക്കട്ടെ മോളെ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ഇതെനിക്ക് ഗ്രേസി ആൻറ്റി വാങ്ങിച്ചു തന്ന ബാഗാണ്, ഞങ്ങൾ എല്ലാ ആഴ്ചയും
ഒന്നോ രണ്ടോ ദിവസമൊക്കെ ടൂറ് പോകാറുണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ വെക്കണ്ടേ, അതിനു വേണ്ടി വാങ്ങിച്ചു തന്ന ബാഗാ. എന്നിട്ട് അലീനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് 4 അറകളുണ്ട്. ഒരു സ്ഥലത്ത് പൈസ വെക്കാൻ, പിന്നെ ഒരു സ്ഥലത്ത് പൗഡർ ചീപ്പൊക്കെ വെക്കാനായിട്ട്, പിന്നെ ഒരു സ്ഥലത്ത് എൻ്റെ ഡ്രസ്സ് വെക്കാനായിട്ട്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? എന്നാൽ ചേച്ചി എടുത്തോ, ഞാൻ അവരെ കൊണ്ട് വേറെ വാങ്ങിപ്പിച്ചോളാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന പറയും കേട്ടോ, അയ്യോ മോളെ എനിക്കൊന്നും വേണ്ട, നീ തന്നെ വെച്ചാൽ മതി. അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കാനൊന്നും പാടില്ല കേട്ടോ. ഏതു നേരം ശല്യപ്പെടുത്തിയാൽ അവരെന്താ വിചാരിക്കുക? നീ അവരുടെ സ്നേഹം മുതലെടുക്കാമെന്നല്ലേ വിചാരിക്കുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി അവർക്കിതൊക്കെ വാങ്ങിത്തരുന്നതാണ് ഇഷ്ടം. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, എന്നാലും വേണ്ട. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അവരിപ്പോൾ വരും, എനിക്ക് ചേച്ചീനെ വിട്ടു പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമാവുക. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, നീ എന്തിനാ വിഷമിക്കണേ, ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവും, പിന്നെന്താ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി ഈ നടന്ന കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കരുത് കേട്ടോ. അവിടെ ചെന്നിട്ട് ബാലേന്ദ്രൻ സാറിനോടും പിന്നെ ആ പൂതനോടും പറയണം. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, പൂതനയോ? എടി മോളെ, അതെൻ്റെ അമ്മയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, കുന്താണ്. ഇങ്ങനെയാണോ അമ്മമാർ? നമ്മുടെ ബ്രിജിത്താമ്മയുടെ 100 അയലത്ത് വരുമോ അവർ? അതുപോട്ടെ, എൻ്റെ ഗ്രേസി ആൻറ്റിയുടെ 7 അയലത്ത് വരുമോ അവർ? അവരൊക്കെയാണ് അമ്മമാരെന്ന് പറഞ്ഞാൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അതിന് അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ മോളാണെന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, മോളാന്ന് അറിഞ്ഞാൽ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ. നമ്മുടെ ബ്രിജിത്താമ്മയും നമ്മളെ സ്നേഹിച്ചത് എന്ത് ബന്ധം ഉണ്ടായിട്ടാ? അതേപോലെ എൻ്റെ ഗ്രേസി ആൻറ്റി എന്നെ സ്നേഹിക്കുന്നത് ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിട്ടാ? സ്നേഹിക്കാൻ രക്തബന്ധം വേണമെന്നൊന്നുമില്ല ചേച്ചി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അലീന ആകെ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ആകെ മാറിപ്പോയി, നിൻ്റെ വർത്തമാനത്തിലൊക്കെ എന്ത് പക്വതയാ, നിനക്ക് നല്ല ആത്മവിശ്വാസവും ധൈര്യമൊക്കെ ഉണ്ട് ഇപ്പോൾ. ഈ സമയം നമ്മുടെ മാമച്ചനങ്ങളും ഗ്രേസി ആൻറ്റി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ആൻറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഇതുവരെ വർത്തമാനം പറഞ്ഞ് കഴിഞ്ഞില്ലേ? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, അതിന് ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എന്തുവാണ് ഇത്ര അധികം സംസാരിക്കാനായിട്ട്? അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയ ഉറുമ്പരിക്കണ കാര്യം വരെ ഞങ്ങൾ പറയും. അപ്പം നമ്മുടെ ഗ്രേസി ആൻറ്റി അലീനയുടെ അടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഓക്കെ ആയോ മോളെ, നിൻ്റെ വിഷമമൊക്കെ മാറിയോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ ഇന്നോ നാളെയായിട്ട് ഡിസ്ചാർജ് ആവും ആൻറ്റി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗ്രേസമ്മ ആൻറ്റി പറയുന്നുണ്ട് കേട്ടോ, അതല്ല ഞാൻ ചോദിച്ചത്, നിനക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ അലീന ഒന്ന് സൈലൻ്റ് ആയിട്ടോ. അപ്പോൾ ഗ്രേസമ്മ ആൻറ്റി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറ, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാന്നേ, നീ അവിടെ വിഷമിച്ചൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറയാം ആൻറ്റി, എനിക്കിപ്പോൾ സന്തോഷമായി, എനിക്കിപ്പോൾ ഒരു പേടിയുമില്ല. ആരൊക്കെ എന്നെ ആട്ടി ഓടിച്ചാലും എനിക്ക് വന്നു കയറാനിപ്പോൾ ഒരു വീടുണ്ടല്ലോ, ഗ്രേസമ്മ ആൻറ്റിയുടെയും മാമച്ചൻ അങ്കിളുടെയും വീട്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്കവിടെ നിൽക്കാമല്ലോ, എനിക്ക് സന്തോഷമായി ആൻറ്റി. അപ്പോൾ ഗ്രേസമ്മ ആൻറ്റി പറയുന്നുണ്ട് കേട്ടോ, ഒരു ദിവസമൊന്നുമല്ല, ഒരു മാസമല്ല, നിനക്ക് എത്ര വേണോ അത്ര ദിവസവും നിനക്ക് അവിടെ നിൽക്കാം. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് സന്തോഷവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അലീനോട് യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ. ആ സമയത്ത് മാമച്ചനങ്ങൾ ഒരു കവറെടുത്ത് അലീനയുടെ തലേനേൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിളേ ഇത്? അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് കേട്ടോ, അതൊരു ബോംബാ, നീ ആവശ്യമുള്ളപ്പോൾ എടുത്ത് പൊട്ടിച്ചാൽ മതി. അങ്ങനെ യാത്ര പറഞ്ഞ് അവരിറങ്ങി കേട്ടോ. അപ്പോൾ അലീന ഈ കവറെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അതിൽ പൈസയാണ് കേട്ടോ, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട്. അത് കാണുമ്പോൾ അലീനയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. തന്നെ ആശ്വസിപ്പിക്കാനായാലും സമാധാനിപ്പിക്കാനും സഹായിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമൊക്കെ അലീനയുടെ മുഖത്തുണ്ട്. പിന്നെ കാണിക്കുന്നത് ഹരിനെയും കമലേനെയാണ് കേട്ടോ. കമലയാണെങ്കിൽ ഹരിയോടുള്ള ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ. ഹരിയാണെങ്കിലോ അമ്മേനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം, സോപ്പിടണം എന്നുള്ള രീതിയിൽ കമലയുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കമലയ്ക്കാണെങ്കിൽ ഹരിയോട് ഭയങ്കര ദേഷ്യത്തിലാട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ കമല പറയും, നീ എന്നോടൊന്നും മിണ്ടണ്ട, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. അപ്പോൾ ഹരി പറയുന്നുണ്ട് കേട്ടോ, അമ്മയെ ഒരു തെറ്റ് പറ്റിപ്പോയി, മാപ്പ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, ഇതാണോടാ തെറ്റ്? മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവളെ വിളിച്ചു വരുത്തി മയക്കുമരുന്ന് കലക്കി കൊടുത്തിട്ട് ഒന്നറിയാത്ത പോലെ തെറ്റ് പറ്റിപ്പോയിന്ന്, നീയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയായത്? അപ്പോൾ ഹരി പറയുന്നുണ്ട് കേട്ടോ, അയ്യോ അമ്മേ ഞാനല്ല, ഇതൊക്കെ രോഹിത്താണ് പ്ലാൻ ചെയ്തത്, എനിക്കിതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് കേട്ടോ, അയ്യോ ഒന്നറിയാത്ത പാവം, പിന്നെ നീ എങ്ങനെയാണ് അവിടെ എത്തിയത്? അപ്പോൾ ഹരി പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അമ്മേ എന്നെ ഈ രോഹിത്ത് വിളിച്ചു വരുത്തിയതാ, അവൻ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് വാ, നിനക്ക് ഞാനൊരു തമാശ കാണിച്ചു തരാമെന്ന്. ഞാനത് വിശ്വസിച്ച് അവൻ്റെ അടുത്തേക്ക് പോയി.
അവനാണെങ്കിൽ എന്നെ ചെന്ന പാടെ ബാത്റൂമിൽ കയറ്റി വാലടച്ചിട്ടു. പിന്നെ അവിടെ എന്തൊക്കെയോ ബഹളം കേട്ടപ്പോഴാണ് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവൾ കത്രിക എടുത്ത് കുത്തി നിലത്ത് കിടക്കുന്നു. ആ അവസ്ഥയിൽ അവനെ ഉപേക്ഷിച്ച് പോരാൻ പറ്റില്ലല്ലോ. അവൻ എൻ്റെ അപ്പച്ചിയുടെ മോനായി പോയില്ലേ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നല്ലല്ലോ മനു പറഞ്ഞത്. ഹരി പറയുന്നുണ്ട് കേട്ടോ, അതിന് മനുവേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ കണ്ട പോലെ പറയാനായിട്ട്. മനുവേട്ടൻ എന്നെ എന്തുമാത്രം അടിച്ചത്. ഇപ്പോഴും എൻ്റെ വേദന മാറിയിട്ടില്ല. ഒരു പല്ലിളകിയെന്നാണ് തോന്നണേ. തലയുടെ സൈഡൊക്കെ എനിക്ക് വേദനയാണ്. ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് ഹരി പറയുന്നുണ്ട് കേട്ടോ, ഇനി അമ്മ ഇത് വൈജാൻറ്റീനൊന്നും വിളിച്ച് അറിയിക്കാൻ നിൽക്കണ്ട. അപ്പോൾ കമല പറയുന്നുണ്ട്, പിന്നെ അറിയിക്കാതെ അവളും അറിയട്ടെ അവളുടെ മോൻ്റെ ചരിത്രമൊക്കെ. അവൾ മാത്രം വലിയ ബാങ്ക് മാനേജറായിട്ട് ഞെളിഞ്ഞ് നടന്നാൽ മതിയാ. അവളും അറിയട്ടെ അവളുടെ മോൻ്റെ പ്രവൃത്തികളൊക്കെ. അപ്പോൾ ഹരി പറയുന്നുണ്ട് കേട്ടോ, അത് വേണ്ട അമ്മേ, പറഞ്ഞാലും ആൻറ്റി എന്തായാലും അവൻ്റെ സൈഡേ പറയുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അങ്ങളറിഞ്ഞാലത്തെ കാര്യം ആലോചിക്കാനേ വയ്യ. അപ്പോൾ അമ്മ ആൻറ്റിയോട് പറയില്ലല്ലോ അല്ലേ. അപ്പോൾ കമല പറയുന്നുണ്ട്, ശരി ഞാൻ പറയുന്നില്ല. പിന്നെ കാണിക്കുന്നത് അലീനേനാണ് കേട്ടോ. അലീന ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടേക്ക് ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് അലീന, ഓക്കെ ആയില്ലേ? നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതുപോലെ കുനിയുമ്പോഴൊക്കെ എവിടെയെങ്കിലും വേദനയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, ഇല്ല ഡോക്ടർ, വേദനയൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവാം എന്ന് കരുതി ഓടിപ്പോയി ഭാരമുള്ള പണികളൊന്നും എടുക്കരുത് കേട്ടോ. 2 ആഴ്ച എന്തായാലും റെസ്റ്റ് കൊടുക്കണം. ബെഡ് റെസ്റ്റ് ഒന്നും പറയുന്നില്ല, ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കാം. അതായത് ഉള്ളിയുടെ തോല് പൊളിക്കുക, അതേപോലെ മുട്ടയുടെ തൊണ്ട് പൊളിക്കുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എടുക്കാം കേട്ടോ. അടുക്കളയിൽ പാത്രമൊന്നും കഴുകാൻ നിൽക്കരുത്. അങ്ങനെ വരുമ്പോൾ വയറിൻ്റെ അവിടെ വലിവ് തോന്നും. അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അലീന ബാലചന്ദ്രനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ നോക്കണ്ട, ഡോക്ടർ പറഞ്ഞതനുസരിക്കുക അതന്നെ. അപ്പോൾ ഡോക്ടർ ബാലേന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ആദ്യം കരുതിയത് ഇത് സാറിൻ്റെ മോളാണെന്നാണ്. ഞാൻ ആ രീതിയിൽ സാറിനോട് 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ഒന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ ഡോക്ടർ അലീനയോട് പറയുന്നുണ്ട് കേട്ടോ, അലീന വന്ന പോലെയല്ല, ഇപ്പം നല്ല മിടുക്കി ആയിട്ടുണ്ട്. ഇനി നാളത്തെ പ്രൊമോയിൽ അലീനേനും കൊണ്ട് ബാലേന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അലീനനെ കണ്ടിട്ട് റിങ്കു ഓടി വരുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈജയന്തിനെയാണ്. വൈജയന്തി അലീനോട് പണിയെടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന റെസ്റ്റിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ എന്തിനാ വെച്ച് വിളമ്പി തരണേ, നീ എൻ്റെ മോളൊന്നല്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ മോളായി കണ്ടാൽ മതി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.